एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकम्। ॐ प्रणो देवी सरस्वती वाजेभिर्वाजिनीवती हीनामवित्र्यवधू आनो दिवो बृहदपर्वतादा सरस्वती यजदा गन्धो यज्ञं हवं देवी जुजुषाणा हृदाजी शक्मानो वाचा कुशवी शृणोतु। सं सरस्वत्यै नमः। नमः पार्वतीपदये हर हर महादेव। अनंत संसार समुद्रतारा नौकायिताभ्यां गुरुभक्तिदाभ्यां वैराग्य साम्राज्यद पूजनाभ्यां नमो नमः श्री गुरुपादुकाभ्यां। ഇവിടെ കൂടിയിരിക്കുന്നതായിട്ടുള്ള സജ്ജനങ്ങളായ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നമസ്കാരം. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ആ വിഘ്നേശ്വരൻ്റെയും ശ്രീ പാർവതി പരമേശ്വരന്മാരുടെയും സാന്നിധ്യമുള്ള ഈ പരിപാവനമായ ഭൂമിയിൽ ഇന്ന് ഇങ്ങനെ വന്ന് നിൽക്കാനും നിങ്ങളോട് അല്പം സംസാരിക്കുവാനുമുള്ള ഒരു അമൂല്യമായ അവസരമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. പറക്കോട് ശ്രീ NV നമ്പ്യാതിരി അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു നാമധേയമായിരിക്കും അല്ലേ? അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അങ്ങനെയുള്ള മഹത് വ്യക്തികൾ ഒട്ടേറെ പേർ വരികയും അവരുടെ അറിവുകൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ള ഒരു മഹത്തായ സദസ്സാണ് ഇത് അല്ലേ? അങ്ങനെയുള്ളതായിട്ടുള്ള ഈ സദസ്സിൽ ഇങ്ങനെ നിൽക്കുവാനും സംസാരിക്കുവാനുമായിട്ടുള്ള അവസരം എനിക്ക് ഒരുക്കി തന്നിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾക്കും മറ്റംഗങ്ങൾക്കും ഏവർക്കും ഞാൻ ഈ അവസരത്തിൽ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഏവരും ആദ്യം ചെയ്യുന്നത് ആ ഭഗവാനെ ദർശിക്കുക എന്നതാണ് അല്ലേ? ഭഗവാനെ ദർശിച്ച് വേണ്ടുവോളം കണ്ട് അനുഗ്രഹമെല്ലാം വാങ്ങിയ ശേഷം പുറത്തോട്ടിറങ്ങി ചിലപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ കൂടിയിരിക്കുന്ന ഈ ഓഡിറ്റോറിയത്തിലേക്കൊക്കെ ഒന്ന് കയറി വരും അല്ലേ? ഇവിടെയെല്ലാം ഒന്ന് നടന്നു നോക്കും. അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ ആദ്യമായി പെടുന്നത് അല്ലെങ്കിൽ ആദ്യമായി നമ്മുടെ ശ്രദ്ധയിലേക്ക് എത്തുന്നത് ഇവിടെ ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന ശ്ലോകങ്ങളായിരിക്കും അല്ലേ? നമ്മുടെ ഇരുവശങ്ങളിലായി തൂണുകളിൽ പല പല ശ്ലോകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളാണ്. പറക്കോട് ശ്രീ NV നമ്പ്യാതിരി അദ്ദേഹത്തിനെ പോലെയുള്ള മഹത് വ്യക്തികളുടെ താല്പര്യപ്രകാരമാണ് ഇവിടെ ഈ ശ്ലോകങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തിനായിരിക്കും അങ്ങനെയുള്ളവർ ഈ ശ്ലോകം ഇവിടെ രേഖപ്പെടുത്താനായി പറഞ്ഞത്? എന്തിനായിരിക്കും അതിനൊരു ഉത്സാഹം കാണിച്ചത്? എന്തുകൊണ്ടാണ് ഈ ശ്ലോകങ്ങൾ നമ്മുടെ ദൃഷ്ടിയിൽ പതിക്കണമെന്നവർ ആഗ്രഹിച്ചത്? എന്താണ് ഈ ഭഗവത്ഗീതയുടെ പ്രസക്തി? നാം ഏവരും തന്നെ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? ബ്രഹ്മവിദ്യയും യോഗശാസ്ത്രവും സമ്മേളിക്കുന്ന ഒരു സമഗ്രമായ ജീവിത ദർശനമാണ് ഭഗവത്ഗീതയിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. നമ്മുടെ മനുഷ്യായുസ്സിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ അറിവുകൾ തന്നെയും ഈ ഭഗവത്ഗീതയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളതായിട്ടുള്ള ഈ ഭഗവത്ഗീത ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ കലിയുഗം
ആരംഭിക്കുന്ന സമയത്ത് വേദവ്യാസ മഹർഷി രചിച്ച മഹാഭാരതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ്. മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിലാണ് ഭഗവത്ഗീത ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അർജുന വിഷാദ യോഗത്തിൽ ആരംഭിച്ച് മോക്ഷ സന്യാസ യോഗത്തിൽ അവസാനിക്കുന്ന 18 അധ്യായങ്ങളിലായി 700 ശ്ലോകങ്ങളിലായിട്ടാണ് ഭഗവത്ഗീത നമുക്കായി ശ്രീ വേദവ്യാസ മഹർഷി വിവരിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, എത്രയോ പണ്ടാണ് ഈ ഭഗവത്ഗീത രചിക്കപ്പെട്ടിരിക്കുന്നത് അല്ലേ? വളരെ വളരെ പണ്ടുള്ള കാലഘട്ടത്തിൽ അത്രയും മുന്നേ രചിക്കപ്പെട്ടിട്ടുള്ളതായ ഈ ഭഗവത്ഗീത ഇന്നത്തെ നമ്മുടെ ഈ സമൂഹത്തിൽ പ്രസക്തമാണോ? അതിനിവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഉപയോഗമുണ്ടോ എന്ന ചിന്ത വരും അല്ലേ? അപ്പോൾ നാം ചിന്തിക്കുക, എന്തായിരുന്നു അന്നത്തെ ആ സാഹചര്യം? ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത അർജുനന് ഉപദേശിച്ചു കൊടുക്കുകയുണ്ടായ ആ സാഹചര്യം എന്ന് പറയുന്നത്, ആ സമയത്തെ ആ ദേശത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് എന്തായിരുന്നു? കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചാണ് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത് എന്ന് പറയുന്നു. അപ്പോൾ യുദ്ധത്തിൻ്റെ വേളയിലായിരുന്നു. എന്തിനു വേണ്ടിയുള്ള യുദ്ധമായിരുന്നു? രാജ്യത്തിന് വേണ്ടിയുള്ള യുദ്ധമായിരുന്നു. അങ്ങനെ ഒരു യുദ്ധം ചെയ്യുവാനായുള്ള സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? ആ സമയത്തുണ്ടായിരുന്ന ചിലരെങ്കിലും പണത്തിനോടും പദവിയോടും ഒക്കെ ആശ പുലർത്തി തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയ സമയത്താണ് ഇങ്ങനെ ഒരു ധർമ്മയുദ്ധത്തിൻ്റെ ആവശ്യകത ഉണ്ടായത്. ആ സമയത്ത് വഴിതെറ്റിപ്പോകുന്നതായിട്ടുള്ള ആ സമൂഹത്തിനെ നേർവഴിക്ക് നടത്താൻ വേണ്ടിയാണ് ഭഗവാൻ ഭഗവത്ഗീത അർജുനന് ഉപദേശിച്ചു നൽകിയത്. ഇനി നമ്മൾ ഇന്നത്തെ സമൂഹത്തെ ചിന്തിച്ചു നോക്കുക. എന്താ ഇവിടുത്തെ അവസ്ഥ? ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണ്? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഞാനിപ്പോൾ പറഞ്ഞതിൽ നിന്നും? ഇന്നത്തെ സമൂഹവും അന്നത്തെ പോലെ തന്നെ പണത്തിൻ്റെയും പദവിയുടെയും സ്വാധീനത്തിൻ്റെയും ഒക്കെ പിന്നാലെയാണ്. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള സാഹചര്യത്തിൽ ഈ ഭഗവത്ഗീതയ്ക്ക് പ്രസക്തി ഉണ്ടാവില്ലേ? തീർച്ചയായും ഉണ്ടാകും. കാരണം അതിലുള്ള ഓരോ ഉപദേശങ്ങളും ഓരോ വാക്കുകളും ഓരോ വാക്യങ്ങളും നമ്മെ നല്ല വഴിയിലൂടെ അല്ലെങ്കിൽ നേരായിട്ടുള്ള മാർഗത്തിലൂടെ നയിക്കുന്നവയാണ്. എങ്ങനെ ജീവിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീതയ്ക്ക് ഇന്നല്ല മുന്നല്ല എന്നും പ്രസക്തിയുണ്ട്. അതാണ് നാം ആദ്യം തിരിച്ചറിയേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഒരു പഴയ കാലത്തെ ചിന്തയായിട്ടോ പഴയ ഒരു പുസ്തകമായിട്ടോ ഏതോ മുനിവര്യൻ എഴുതിയ ഒരു കാവ്യമായിട്ടോ ഒന്നും നാം അതിനെ തള്ളിക്കളയാൻ പാടില്ല. അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കാനായി നാം വളരെയധികം ശ്രമിക്കേണ്ടതുണ്ട്. കാരണം നമ്മെ എങ്ങനെ ജീവിക്കണം എന്ന് ആ ഗ്രന്ഥം പഠിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ ഭഗവത്ഗീതയുടെ ഉപദേശം നടന്നത്? നമുക്ക് ഏവർക്കും തന്നെ സുപരിചിതമായ ഒരു കാര്യമാണ് അല്ലെ? മഹാഭാരത യുദ്ധത്തിൻ്റെ അതിൻ്റെ ആരംഭം എങ്ങനെയാണെന്നും എങ്ങനെയാണ് നടന്നത് എന്നതും എല്ലാം തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്കിലും ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലായി ചെറുതായ രീതിയിൽ അത് ഞാനൊന്ന് പറഞ്ഞു പോകാം. മഹാഭാരതത്തിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോഴാണ് ഈ മഹാഭാരത യുദ്ധം സംഭവിക്കുന്നത് അല്ലേ? അങ്ങനെ കുരുക്ഷേത്ര ഭൂമി യുദ്ധത്തിനുള്ള ഭൂമിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നാണ് പറഞ്ഞത്. ധർമ്മക്ഷേത്രമാണ് കുരുക്ഷേത്രം. ധർമ്മത്തിനായാണ് അവിടെ യുദ്ധം നടക്കുന്നത്. അങ്ങനെ യുദ്ധത്തിനൊരുങ്ങി തയ്യാറായി ഇരുവശത്തെയും പടകൾ നിരന്നു നിന്നു. അങ്ങനെ നിരന്നു നിൽക്കുകയാണ്. ഒരു വശത്ത് പാണ്ഡവരും അവരുടെ കൂട്ടരും നിൽക്കുന്നുണ്ട്. മറുവശത്തോ കൗരവരും കൗരവരെ സഹായിക്കാനായി എത്തിയവരും നിരന്നു നിൽക്കുകയാണ്. അങ്ങനെ
നിരന്നു നിൽക്കുന്ന, എല്ലാത്തിനും യുദ്ധത്തിന് തയ്യാറായി, ഇനി ഏത് നിമിഷവും യുദ്ധം തുടങ്ങാം, ശംഖനാദം മുഴക്കാം എന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അർജുനൻ, പാർത്ഥൻ തൻ്റെ തേരാളിയായി നിൽക്കുന്ന ആ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ആവശ്യപ്പെടുകയുണ്ടായി. അർജുനന്റെ തേരാളി ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അല്ലേ? എപ്രകാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന്റെ സാരഥിയായത് എന്നത് മറ്റൊരു വലിയ കഥയാണ്. അത്രയും ആഴത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല, ഏവർക്കും അറിയാവുന്നതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ തൻ്റെ സാരഥിയായി നിൽക്കുന്ന കൃഷ്ണനോട് അർജുനൻ ആവശ്യപ്പെട്ടു, സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുതാ എന്ന്. എന്താ പറഞ്ഞേ? സേനയോരുഭയോർ മധ്യേ, ഇരു സേനകളുടെയും മധ്യത്തിലായി അല്ലയോ ശ്രീകൃഷ്ണ ഈ രഥം നിർത്തിയാലും, കൊണ്ടു ചെന്ന് നിർത്തിയാലും എനിക്ക് ഇരുവശങ്ങളിലുമുള്ള സേനയെ ഒന്ന് വിശദമായി കാണണം എന്ന് തൻ്റെ ആഗ്രഹം തൻ്റെ സാരഥിയോട് അർജുനൻ പ്രകടിപ്പിക്കുകയുണ്ടായി. ആയിക്കോട്ടെ, ശ്രീകൃഷ്ണൻ രഥം തളിച്ച് ആ യുദ്ധഭൂമിയുടെ നേരെ മധ്യത്തിൽ കൊണ്ടുചെന്ന് ആ രഥത്തെ നിർത്തി. അർജുനൻ സാവധാനം രഥത്തിൽ നിന്നും ചുറ്റും നോക്കാൻ തുടങ്ങി. ആദ്യം സ്വന്തം വശത്തേക്ക്, പാണ്ഡവ വശത്തേക്ക് നോക്കി. എന്താ കാണുന്നത്? തൻ്റെ സഹോദരന്മാർ നിരന്ന് നിൽക്കുന്നുണ്ട് അല്ലേ? ഭാര്യാപിതാവ് നിൽക്കുന്നുണ്ട് അല്ലേ? ഭാര്യയുടെ സഹോദരൻ നിൽക്കുന്നുണ്ട്. മറ്റു പല സുഹൃത്തുക്കളും, എല്ലാവരും തൻ്റെ പുത്രന്മാരും എല്ലാവരും തന്നെ യുദ്ധസജ്ജരായി ആയുധങ്ങളെല്ലാം ഏന്തി നിരന്നങ്ങനെ നിൽക്കുകയാണ്. അർജുനൻ അത് തെളിഞ്ഞ് കണ്ടു. അതിനുശേഷമോ തിരിഞ്ഞു മറുവശത്തേക്ക് നോക്കുകയായി. എതിരാളികളെ കാണണ്ടേ? നോക്കി. എതിർ ദിശയിൽ കൗരവപക്ഷത്തിൽ നിരന്നു നിൽക്കുന്നതായിട്ടുള്ള ആ വ്യക്തികളെ നോക്കി. എന്തായി കാണുന്നത്? ആരെയാ കാണുന്നത്? കൗരവപക്ഷത്ത് മുന്നിൽ നിൽക്കുകയാണ് ഭീഷ്മ പിതാമഹൻ. ആരാണ് ഭീഷ്മ പിതാമഹൻ? ഞങ്ങൾ അടങ്ങുന്ന ഏവരും തന്നെ ഏറ്റവും കൂടുതൽ ബഹുമാനം നൽകി പൂജിക്കേണ്ടതായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു മഹത് വ്യക്തിയാണ്, മഹാരഥനാണ് അല്ലേ? മറ്റാരാണുള്ളത്? തങ്ങളുടെ ആചാര്യനായിട്ടുള്ള ദ്രോണാചാര്യൻ, ഗുരു ദ്രോണരതാ നിൽക്കുന്നു എതിർപക്ഷത്ത്. എന്താ ചെയ്യാ? തനിക്ക് വിദ്യ അഭ്യസിച്ചു തന്നിരിക്കുന്ന ഗുരുവാണേ എതിർവശത്ത് നിൽക്കുന്നത്. പിന്നെയോ കൗരവര് നിരന്ന് നിൽക്കുന്ന അല്ലേ? 100 പേര് യുദ്ധത്തിന് തയ്യാറായി കൗരവർ നിരന്ന് നിൽക്കുകയാണ്. ആരാണ് ഈ കൗരവർ? സ്വന്തം പിതാവിൻ്റെ സഹോദരപുത്രന്മാരാണ് കൗരവർ അല്ലേ? അങ്ങനെ നോക്കിയാലോ തൻ്റെ സഹോദരങ്ങൾ തന്നെയല്ലേ അവർ? അങ്ങനെ നോക്കുന്നിടത്ത് കാണുന്നതെല്ലാം തന്നെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഗുരുക്കൾ, കാരണവന്മാർ, അങ്ങനെ എല്ലാം തന്നെ എൻ്റേത് എൻ്റേത് എന്ന് പറയേണ്ടതായിട്ടുള്ള ആളുകൾ മാത്രമാണ് നിരന്നത്. അർജുനന്റെ മനസ്സ് ചഞ്ചലമായി, തളർന്നു. അർജുനൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, സീതന്തി മമ ഗാത്രാണി. അല്ലയോ ശ്രീകൃഷ്ണ, എൻ്റെ ശരീരമാകെ വിറയ്ക്കുകയാണ്, ശക്തി ലഭിക്കുന്നില്ല എനിക്ക്, ശരീരം വിറയ്ക്കുകയാണ്. മുഖം ച പരിശുഷ്യതി, എൻ്റെ മുഖമാകെ അങ്ങ് വിളർക്കുകയാണ്, വാടുകയാണ്, തളരുകയാണ്. ഒന്നിനും തന്നെ എനിക്ക് സാധിക്കുന്നില്ല, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇത്ര നേരം എൻ്റെ ഉള്ളിൽ ഞാൻ സംഭരിച്ചു വെച്ചതായിട്ടുള്ള ആ ശക്തി ചോർന്നു പോവുകയാണ്. അതാ നോക്കി നിൽക്കേ അർജുനന്റെ കരങ്ങളിൽ നിന്നും ഗാണ്ഡീവം താഴെ വീഴുകയാണ്. അർജുനൻ വളരെ വിഷണ്ണനായി, വളരെ സങ്കടത്തോടുകൂടി ആ രഥത്തിൽ തളർന്നിരുന്ന് ചിന്തയിലാണ്ട് ഭഗവാനോട് അർജുനൻ പറഞ്ഞു,
ന ച ശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനമാഹവേ. എൻ്റെ സ്വജനങ്ങളായിട്ടുള്ള ഈ ഇത്രയും പേരെയും ഹത്യ ചെയ്തുകൊണ്ട് വധിച്ചുകൊണ്ട് എനിക്ക് ശ്രേയസിൻ്റെ ആവശ്യമില്ല ശ്രീകൃഷ്ണ. അതിൻ്റെ യാതൊരു ആവശ്യവും എനിക്കില്ല. ന കാംക്ഷേ വിജയം കൃഷ്ണ. വേണ്ട, എനിക്ക് വിജയം വേണ്ട എന്നാണ് പറയുന്നത് അർജുനൻ. ന കാംക്ഷേ വിജയം ന ച രാജ്യം സുഖാനി ച. വേണ്ട, എന്ത് രാജ്യവും വേണ്ട, സുഖവും വേണ്ട എനിക്ക്. കിം നോ രാജ്യേന ഗോവിന്ദ. ആർക്കാണ് ഈ രാജ്യം? ആർക്കു വേണ്ടിയാണ് ഞാൻ ഈ രാജ്യം സ്വീകരിക്കേണ്ടത്? കിം ഭോഗൈർ ജീവിതേനവ. എന്തിനു വേണ്ടിയാണ് ഭോഗങ്ങൾ അടങ്ങിയ ഈ ജീവിതം? വളരെ വളരെ വിഷമത്തോടെ അർജുനൻ വീണ്ടും വീണ്ടും കൃഷ്ണനോട് ചോദിക്കും, ആർക്കൊക്കെ വേണ്ടിയാണോ യുദ്ധം ചെയ്ത് സമാധാനം കൊണ്ടുവരാനായി ഞങ്ങൾ ശ്രമിക്കുന്നത്? ആർക്കൊരു നല്ല ജീവിതം ഉണ്ടായി കാണണമെന്നാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? അവരേവരുമാണ് ഈ യുദ്ധഭൂമിയിൽ സന്നദ്ധരായി നിൽക്കുന്നത്. അവരേവരും തന്നെയാണ് ഈ യുദ്ധത്തിനൊടുവിൽ ഇല്ലാതെയാവാൻ പോകുന്നത്. അങ്ങനെ ഇവരെല്ലാവരും തന്നെ ഇല്ലാതായ ശേഷം എനിക്ക് ഈ രാജ്യവും ഐശ്വര്യവും എല്ലാം തന്നെ ലഭിച്ചിട്ട് എന്താണ് കാര്യം? അർജുനൻ വളരെ വിഷമത്തോടെ ഭഗവാനോട് അപേക്ഷിക്കുകയുണ്ടായി, ചോദിക്കുകയുണ്ടായി, എന്താണ് ഞാൻ വേണ്ടത്? ആകെ ധർമ്മസങ്കടത്തിൽ ഇരിക്കുന്ന അർജുനൻ ഭഗവാന്റെ മുന്നിലേക്കാണ് തിരിഞ്ഞത്. ഒരു ഉപദേശത്തിന് വേണ്ടി, വഴി കാണിച്ചു തരാൻ വേണ്ടി. അതിനു വേണ്ടിയാണ് ഭഗവാനെ സാരഥിയായി അവിടെ നിർത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭഗവാൻ അർജുനനോട് പറഞ്ഞു, അല്ലയോ പാർത്ഥ, എൻ്റെ പ്രിയ സുഹൃത്തെ, നീ അറിയേണ്ടതായിട്ടുള്ള കാര്യം ഇതാണ്. ജനിച്ച് ഈ ഭൂമിയിലേക്ക് എത്തിയിട്ടുള്ളതായിട്ടുള്ള മനുഷ്യർ ഏവരും തന്നെ ചെയ്യേണ്ടത് സ്വകർമ്മമാണ്. അവരവരിൽ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മം ധർമ്മമാർഗത്തിൽ ചെയ്യുക എന്നതാണ് ഈ ഭൂമിയിൽ ജനിച്ച ഓരോരുത്തരുടെയും കർത്തവ്യം എന്ന് ഭഗവാൻ പറയുന്നു. എന്നാൽ കലുഷിതമായ മനസ്സോടെ ഇരിക്കുന്ന അർജുനന് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായില്ല. വീണ്ടും വീണ്ടും അർജുനൻ കൃഷ്ണനോട് പറയാ, ഇത് എപ്രകാരമാണ് ശരിയാവുന്നത്? എൻ്റെ ബന്ധുക്കളെയാണ് ഞാൻ വധിക്കാൻ പോകുന്നത്, അത് അധർമ്മമല്ലേ? അത് എപ്രകാരമാണ് ധർമ്മമാകുന്നത് എന്ന് വീണ്ടും വീണ്ടും അർജുനൻ ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, അശോച്യാനന്വശോചസ്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂന ഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിത. എന്താ പറഞ്ഞത്? ദുഃഖിക്കേണ്ടതല്ലാത്ത, വിഷമിക്കേണ്ടതല്ലാത്ത കാര്യങ്ങളിൽ വിഷമിച്ചുകൊണ്ട് വലിയ വലിയ അറിവുള്ള വ്യക്തിയെ പോലെ നീ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാലോ യഥാർത്ഥ പാണ്ഡിത്യമുള്ള ഒരാൾ, പണ്ഡിതനായ ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ദുഃഖിക്കേണ്ടതല്ലാത്ത കാര്യങ്ങളിൽ ഒരിക്കലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന സത്യാവസ്ഥ മനസ്സിലാകും. നിനക്കിപ്പോൾ അത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് നീ ഇങ്ങനെ അനാവശ്യ കാര്യങ്ങൾ ചിന്തിച്ച് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ആലോചിച്ച് ദുഃഖിച്ച് ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. അതിനാൽ അർജുന, ഞാൻ വീണ്ടും പറയുകയാണ്, നീ ചെയ്യേണ്ടത് സ്വധർമ്മമാണ്. ക്ഷത്രിയ കുലത്തിൽ പിറന്ന നിന്റെ ധർമ്മം പ്രജാക്ഷേമത്തിന് യുദ്ധം ചെയ്യുക എന്നത് തന്നെയാണ്. അനാവശ്യമായി യുദ്ധം ചെയ്യാൻ ഭഗവാൻ പറഞ്ഞിട്ടില്ല. ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവർക്ക് അവരുടെ അധീനതയിലുള്ള രാജ്യത്തെയും പ്രജകളെയും സംരക്ഷിക്കേണ്ടതായ കർത്തവ്യമുണ്ട്. അത് അവർ നിർവഹിക്കേണ്ടതാണ്. അതാണ് അവരുടെ ധർമ്മം. അത് ചെയ്യാതെ അർജുനൻ ഇപ്പോൾ എന്താ പറയുന്നത്? ഞാൻ സന്യസിക്കാൻ പോവുകയാണെന്നാ പറയുന്നത്.
എന്തിനാണ് ഇങ്ങനെയുള്ള യുദ്ധമെല്ലാം ചെയ്യുന്നത്? എന്തിനാണ് ഹാനി വരുത്തുന്നത്? പകരം സന്യാസ ജീവിതം സ്വീകരിക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെയാണ് അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അല്ല പാർത്ഥ, നീ സ്വധർമ്മം നിർവഹിക്കുക. ഇന്നത്തെ ഈ സമകാലിക ജീവിതത്തിലും ഇതേപോലെ തന്നെ പ്രസക്തമാണ് ഭഗവാന്റെ ഗീതോപദേശം എന്ന് പറയുന്നത്. കേവലം പഠിക്കാൻ വേണ്ടി മാത്രമുള്ള ഒന്നല്ല ഭഗവത്ഗീത എന്ന് പറയുന്നത്. കേവലം ഒരു പാഠപുസ്തകമല്ല, പിന്നെയോ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട, പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരേണ്ട ഓരോ പാഠങ്ങളാണ്, അല്ലേ? അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം ആ പാഠങ്ങൾ പ്രാവർത്തികമാക്കിയാൽ, നാം ഓരോരുത്തരും തന്നെ ആ മാർഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ എന്താണ് അതിൻ്റെ ഫലം? നല്ല സംസ്കാരമുള്ള ഒരു സമൂഹം ഇവിടെ സ്വാഭാവികമായി ഉണ്ടായി വരുന്നതാണ്, അല്ലേ? നാം അതിനെന്താ വേണ്ടത്? ഓരോ വ്യക്തിയും ആ മാർഗത്തിൽ സഞ്ചരിക്കണം. എന്നാലേ സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാകൂ. ഇപ്പോൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ നാം എടുക്കുകയാണെങ്കിൽ, ഈ കോശങ്ങളെല്ലാം തന്നെ ആരോഗ്യത്തോടെ ഇരിക്കുകയാണെങ്കിൽ നാമും ആരോഗ്യത്തോടെ ഇരിക്കും, അല്ലേ? അതിലേതിനെങ്കിലും തന്നെ എന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിലോ നമ്മുടെ ആരോഗ്യവും ഇല്ലാതെയാകുന്നു. സമൂഹവും ഇതുപോലെയാണ്. സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളും ആ ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കണം. എന്നാൽ മാത്രമേ ധർമ്മത്തിൽ അധിഷ്ഠിതമായ, സംസ്കാരത്തിൽ ഊന്നിയ ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാനായി സാധിക്കുകയുള്ളൂ. നാം അർജുനന്റെ പ്രതിസന്ധിയെ പറ്റി പറഞ്ഞു. അർജുനന് മാത്രമാണോ പ്രതിസന്ധി ഉണ്ടാകുന്നത്? ഭഗവത്ഗീത അന്നത്തെ കാലത്ത് അർജുനന്റെ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടി ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു. എന്നാൽ അർജുനന് വേണ്ടി മാത്രമാണോ ഭഗവാൻ ഗീതോപദേശം നൽകിയത്? അല്ല, പിന്നീട് വരുന്നതായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് ഭഗവാൻ ആ ഗീതോപദേശം നൽകിയിട്ടുള്ളത്. ഇന്നത്തെ സമൂഹത്തെ നാം എടുത്തു നോക്കുക. നമ്മുടെ സമൂഹത്തിൽ പ്രതിസന്ധി ഇല്ലേ? സമൂഹത്തിന് പ്രതിസന്ധിയുണ്ട്. ഓരോ വ്യക്തികൾക്കും പ്രതിസന്ധിയുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഒരു കുഞ്ഞ് ജനിച്ചു വീഴുകയാണ്. ആ ജനിച്ചു വീണ നിമിഷം തുടങ്ങുകയാണ് പ്രതിസന്ധി. ജനിച്ചു വീഴുന്ന കുഞ്ഞിന്റെ പ്രതിസന്ധി എന്താ? അമ്മയുടെ ഗർഭത്തിൽ എല്ലാം തന്നെ അവനിലേക്ക് എത്തിച്ചേരുന്ന രീതിയിൽ സുഖകരമായുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്, അല്ലേ? പ്രതിസന്ധിയാ. എന്ത് ചെയ്യണം? തന്നെ ശ്വസിക്കണമെങ്കിൽ സ്വന്തം കഴിവുപയോഗിച്ച് ശ്വസിക്കണം. സ്വന്തം അവയവങ്ങൾ ഉപയോഗിച്ച് വേണം ഓരോ കാര്യങ്ങളും ഇനി ആ കുഞ്ഞ് നിർവഹിക്കാൻ. എന്നാലോ ജനിച്ചു വീണ കുഞ്ഞിന് മിണ്ടാൻ പോലും കഴിയില്ല. നിസ്സഹായ അവസ്ഥയാണ്. പ്രതിസന്ധിയല്ലേ അത്? അതും ഒരു പ്രതിസന്ധിയാണ്. ഇനി വിദ്യാലയത്തിലേക്ക് പ്രവേശിച്ചാലോ ആ കുഞ്ഞ്, പിന്നെയും പ്രതിസന്ധിയാ. എന്താ? പഠിക്കണം. പഠിക്കണ്ടേ? അതൊരു പ്രതിസന്ധിയല്ലേ? മടിയാണ്, പഠിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ആ മടിയെ തരണം ചെയ്ത് ആ പ്രതിസന്ധിയെ മറികടന്ന് പഠനം എന്ന തൻ്റെ കർത്തവ്യം പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെയും പ്രതിസന്ധിയാണ്. ഇനി കുഞ്ഞൊരു 10ാം ക്ലാസ് കഴിഞ്ഞു, 12ാം ക്ലാസ് കഴിഞ്ഞു, ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുക. മാതാപിതാക്കൾക്ക് പ്രതിസന്ധിയായി. ഏത് മേഖലയിലേക്ക് വിടണം കുഞ്ഞിനെ? ഡോക്ടർ ആക്കണോ? എഞ്ചിനീയർ ആക്കണോ? അതോ ഇനി ടീച്ചർ ആക്കണോ? പ്രതിസന്ധി, പിന്നെയും പ്രതിസന്ധിയാ. ഇനി ഇതിലൊരു തീരുമാനമെടുത്ത് ഒരു മേഖലയിലേക്ക് വിട്ടു കഴിഞ്ഞാലോ അതിൽ മുന്നേറണം, ഒരു ജോലി കിട്ടണം. അങ്ങനെ അനുനിമിഷം പ്രതിസന്ധികളാണ്. വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീയെ, കുടുംബിനിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നാളെ രാവിലെ കാപ്പിക്ക് എന്താ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും പ്രതിസന്ധി. പ്രതിസന്ധിയല്ലേ? എത്ര പലഹാരങ്ങളുണ്ട്, അതിലേതെങ്കിലും തിരഞ്ഞെടുത്തുണ്ടാക്കണ്ടേ? പ്രതിസന്ധിയാണ്.
അപ്പോൾ അർജുനനുണ്ടായതുപോലെ നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ പല പല രീതിയിൽ, പല ഭാവങ്ങളിൽ, പല രീതിയിലുള്ള ശക്തിയോടെ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞത് കൂടാതെ വളരെ വളരെ കഠിനകരമായ, മനസ്സിന് ക്ലേശമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ ആയിരിക്കും നാം ഏവരും കടന്നു പോകുന്നത്. ഒരു രോഗാവസ്ഥയോ അങ്ങനെ എന്തെങ്കിലും തന്നെ വന്നു കഴിഞ്ഞാൽ നാം നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് വളരെ കഠിനമായിരിക്കും. അപ്പോൾ ഇന്നത്തെ കാലത്തും ഇതുപോലെയുള്ള തടസ്സങ്ങളുണ്ട്. അപ്പോൾ ഭഗവത്ഗീതയ്ക്ക് പ്രസക്തിയുണ്ട്. കാരണം ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നത് എപ്രകാരമാണ് ഈ പ്രതിസന്ധികളെ നാം തരണം ചെയ്യേണ്ടത്, എപ്രകാരമാണ് ഭൗതികമായിട്ടുള്ള ഈ ചിന്തകളിൽ നിന്നും മുക്തരായി മോക്ഷത്തിലേക്ക്, പരമാനന്ദത്തിലേക്ക് നാം അടുക്കേണ്ടത് എന്ന് ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കർമ്മം ചെയ്യണം. അങ്ങനെ കർമ്മം ചെയ്യാനായി ഇറങ്ങിത്തിരിച്ചാലോ തടസ്സങ്ങളാണ്, ഒരുപാട് തടസ്സങ്ങൾ. കർമ്മം ചെയ്യാൻ നാം തയ്യാറാണ്, എന്നാൽ അതിനു മുന്നിൽ ഒരുപാട് തടസ്സങ്ങൾ. എന്താണ് പ്രധാന തടസ്സം എന്ന് പറയുന്നത്? അത് നമ്മുടെ ചിന്തകൾ തന്നെയാണ് പ്രധാനമായും നമ്മുടെ കർമ്മത്തിന് തടസ്സമായി നിൽക്കുന്നത്. നമ്മുടെ മനസ്സ് തന്നെയാണ് തടസ്സമായി നിൽക്കുന്നത്. അനാവശ്യമായ ചിന്തകൾ വളരെയേറെയുള്ള കൂട്ടമാണ് നാം ഏവരും തന്നെ. ചിന്തിച്ചങ്ങ് കാട് കയറുന്ന സ്വഭാവമാണ്. അങ്ങനെ ആയാലോ എന്താണ് അതിൻ്റെ പരിണിതഫലം? ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷൂപജായതേ സംഘാൽ സംജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാൽ ഭവതി സമ്മോഹഃ സമ്മോഹാൽ സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യതി. ഭഗവാൻ പറഞ്ഞു തന്നു, ചിന്തിച്ചു കൂട്ടിയാൽ എന്താ സംഭവിക്കുക? ധ്യായതോ വിഷയാൻ പുംസഃ, വിഷയങ്ങളെ പറ്റി ചിന്തിച്ചു കൊണ്ടിരുന്നാൽ, വിഷയങ്ങളിൽ മനസ്സിനെ ഉറപ്പിച്ച് അതിനെപ്പറ്റി തന്നെ അയവിറക്കിക്കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? ആ വിഷയങ്ങളോട് നമുക്കൊരു ആകർഷണമുണ്ടാകുന്നു, അതിനോടൊരു അഭിനിവേശമുണ്ടാകുന്നു, അതിൽ നാം അറിയാതെ തന്നെ മുഴുകിപ്പോകുന്നു, അതിനോടൊരു ഇഷ്ടമുണ്ടാകും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലോ അതിനോട് ഒരു സ്നേഹം, ഒരു ഇഷ്ടം, നമ്മുടെ ഈ ലൗകികമായ സുഖങ്ങളോട്, വിഷയങ്ങളോട് ഉണ്ടായിക്കഴിഞ്ഞാലോ എന്താ പറയുന്നത് ഭഗവാൻ? കാമാ ക്രോധോഭിജായതേ. എന്താ? അതിൽ നിന്നും ക്രോധമാണ് ഉണ്ടാകുന്നത്. അത് നഷ്ടപ്പെടരുത്, അതെൻ്റേതാണ്, അതെനിക്ക് വേണം, അതങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇത് തന്നെ. അങ്ങനെ ആയിക്കഴിഞ്ഞാലോ വളരെ അധികം ക്രോധമുണ്ടാകുന്നു. ആ ക്രോധമുണ്ടായ അവസ്ഥയിലോ സമ്മോഹമുണ്ടാകുന്നു. എന്താണ് സമ്മോഹം? ഒരു മായയിൽ അകപ്പെട്ട അവസ്ഥയാണ് സമ്മോഹം എന്ന് പറയുന്നത്. എന്താണ് തനിക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ, ഞാൻ ആരാണ്, ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പോലും മനസ്സിലാകാത്ത ഒരവസ്ഥ. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യന്റെ മനസ്സ് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സിലുള്ള ഓർമ്മ നശിക്കുന്നു. സ്മൃതി വിഭ്രമ, സ്മൃതി നശിക്കുകയാണ്. ശരിയായ രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾ ഒന്നും തന്നെ ഓർത്തെടുക്കാൻ സാധിക്കുകയില്ല. എന്താ? വിനാശകാലേ വിപരീത ബുദ്ധി എന്നുള്ള അവസ്ഥയാവുകയാണ്. ക്രോധം അങ്ങ് തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്, മായിക വലയത്തിൽ പെട്ടിരിക്കുകയാണ്. ശരിയായ രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഒരു അറിവുകളും ഓർത്തെടുക്കാനായി പറ്റും.
പറ്റില്ല. യുദ്ധഭൂമിയിൽ കർണന് നേരിടേണ്ടി വന്ന അവസ്ഥയാണ്. തൻ്റെ ഗുരുവായ പരശുരാമനിൽ നിന്നും ലഭിച്ച ശാപം മുഖേന വേണ്ട സമയത്ത് അറിവൊന്നും മനസ്സിൽ ഉദിക്കാതെ പോകട്ടെ എന്ന ശാപം ലഭിച്ചു. അതേ അവസ്ഥയാണ് മനസ്സിൽ ക്രോധം വന്ന് നിറഞ്ഞ് സ്മൃതി നഷ്ടപ്പെട്ടാൽ ഉണ്ടാകും. സൽബുദ്ധി തോന്നില്ല. അങ്ങനെ സംഭവിച്ചാലോ, സ്മൃതി നഷ്ടപ്പെട്ടാൽ ബുദ്ധിനാശം, സൽബുദ്ധി ഇല്ലാണ്ടാകും. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഗുരുകാരണവന്മാരായി പഠിപ്പിച്ച് വളർത്തിയെടുത്തതായ നല്ല നല്ല ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതൊന്നും തന്നെ ഓർത്തെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നാം എത്തിച്ചേരും. അങ്ങനെ സൽബുദ്ധി നശിച്ചു കഴിഞ്ഞാലോ പ്രണശ്യതി, ഇല്ലാതെ ആവുകയാണ്. എന്താ പറയുന്നത്? കുഴഞ്ഞു വീണ് മരിക്കുമെന്നാണ് പറയുന്നത്? അല്ല, നാം എന്നുള്ള വ്യക്തി ഇല്ലാതെ ആവുകയാണ്. നാം എന്നുള്ളതായിട്ടുള്ള ഒരു വ്യക്തി എന്തിൻ്റെ ബലത്തിലാണോ നിലനിന്നിരുന്നത് അത് നമ്മിൽ നിന്നും ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നാം ഉണ്ടോ? ഇല്ല. പ്രണശ്യതി, നാം എന്ന വ്യക്തിക്ക് നാശം സംഭവിക്കുകയാണ്. പിന്നെ ഒരു ലക്ഷ്യമില്ലാത്ത ജീവിതമായി തീരുന്നു. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ഉപദേശിക്കുകയാണ്, അതുകൊണ്ട് ഈ വിഷയങ്ങളിലൊന്നും നീ ചിന്ത പുലർത്താതെ സ്വധർമ്മം നിർവഹിക്കുക, സ്വന്തം കർമ്മം നിർവഹിക്കുക. തസ്മാത് യോഗായ യുജ്യസ്യ, അപ്പോൾ അതിനു വേണ്ടി യോഗത്തിനായി തയ്യാറെടുക്കുക. എന്താണ് യോഗം? എന്താണ് ഈ യോഗം? അതും ഭഗവാൻ തന്നെ പറയുന്നു. യോഗ കർമ്മസു കൗശലം, കർമ്മം ചെയ്യാനുള്ള കൗശലം, ആ ചാതുരിയെയാണ് യോഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ ചാതുരി വളർത്തിയെടുത്ത് യഥാർത്ഥമായ രീതിയിൽ കർമ്മം ചെയ്യുക. അങ്ങനെ ഓരോരുത്തരും കർമ്മം ചെയ്യാൻ തുടങ്ങിയാൽ സംസ്കാരമുള്ള ഒരു സമൂഹം ഉണ്ടാകുമെന്ന് നാം പറഞ്ഞു അല്ലേ? അല്ലെങ്കിലോ നമുക്ക് ചുറ്റും കാണുന്നതെല്ലാം തന്നെ ആൾക്കൂട്ടങ്ങൾ മാത്രമായിരിക്കും, ഒരിക്കലും അത് സമൂഹമായിരിക്കില്ല. എന്താണ് ഇവയ്ക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. വളരെ പ്രശസ്തനായ അല്ലെങ്കിൽ പ്രശസ്തയായ ഒരു സിനിമാ നടനോ നടിയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നു ചേരുന്ന ഒരു പൊതുവേദിയെ സങ്കല്പിക്കുക. ഒരു പൊതുവേദിയിൽ വളരെ പ്രശസ്തരായവർ വന്ന് നിൽക്കുകയാണ്. അവരെ കാണാൻ ഒട്ടനവധി ജനങ്ങൾ അവിടെ തടിച്ചു കൂടും അല്ലേ? എല്ലാവരും വന്ന് കൂടും. അങ്ങനെ ആ കൂടുന്ന അവസ്ഥയിലോ തൊട്ടടുത്തിരിക്കുന്ന ആളെ പറ്റി ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. നമ്മെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത്. എനിക്ക് ആ വ്യക്തിയെ കാണണം എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോഴോ സ്വന്തം കാര്യം മാത്രം ചിന്തിച്ച് ബാക്കിയുള്ളവരെ ചിന്തിക്കാതെ അങ്ങനെ ഒരു കൂട്ടത്തിൽ ചെന്ന് പെടുന്നവരുടെ ഉള്ളിൽ മൃഗീയമായ ഒരു സ്വഭാവമായിരിക്കും കാണാൻ പറ്റുക. എന്താ? യാതൊരുവിധ നിയമത്തിനും അവിടെ പ്രാധാന്യമില്ല. നാം തന്നെ പത്രത്തിലൊക്കെ ഒട്ടനവധി വാർത്തകളൊക്കെ വായിച്ചിട്ടുണ്ട് അല്ലേ? ആൾക്കൂട്ടത്തിൽപ്പെട്ട് അപകടം സംഭവിച്ചു, ആൾക്കൂട്ടത്തിൽപ്പെട്ട് മരണം സംഭവിച്ചു. സമൂഹത്തിൽ എന്നല്ല ആരും പറയുന്നത്, ആൾക്കൂട്ടത്തിൽ എന്നാണ്. അത് തന്നെയാണ് സമൂഹവും ആൾക്കൂട്ടവും തമ്മിലുള്ള വ്യത്യാസം. ഒരാൾക്കൂട്ടം സമൂഹമായി മാറണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു വ്യക്തിത്വം ഉണ്ടാകണം. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ടാകണം. അങ്ങനെ വ്യക്തിത്വം ഉണ്ടായാലോ ചുറ്റുമുള്ളവരെ പറ്റി ചിന്തിക്കാൻ പഠിക്കും. അതാണ് സമൂഹത്തിൽ ജീവിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. മനുഷ്യനൊരു സമൂഹ ജീവിയാണ്. ഒറ്റപ്പെട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കയില്ല. അതുകൊണ്ട് തന്നെ ഒരു സമൂഹമായി ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകണമെങ്കിൽ
ആ സമൂഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നാം ജീവിക്കാനായി. അവിടെയും ഭഗവത്ഗീത പറയുന്ന ആ ചിട്ട തന്നെയാണ് നാം പാലിക്കേണ്ടത്. നമുക്കായി നിരത്തിയിരിക്കുന്ന നിയമങ്ങളുണ്ട്. ആ നിയമാനുസൃതമായി ജീവിക്കുക. നമ്മിൽ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ മുടങ്ങാതെ തെറ്റാതെ ചെയ്യുക. നാം പിന്തുടരേണ്ടതായ ധർമ്മമുണ്ട്. അത് തെറ്റാതെ പിന്തുടരുക. ഇത്രയും ചെയ്താൽ തന്നെ നല്ലൊരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുവാനായി നമുക്കേവർക്കും സാധ്യമാണ്. അപ്പോൾ കർമ്മം ചെയ്യണം എന്ന് ഭഗവാൻ പറഞ്ഞു. സ്വന്തം കർമ്മം ചെയ്യുക എന്നതാണ് സ്വന്തം ധർമ്മം എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് കർമ്മം? അപ്പോൾ നാം ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ എല്ലാവരും തന്നെ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ജീവികളെ അടക്കം ഇപ്പോൾ ഒരു ഉറുമ്പിനെ എടുത്തു നോക്കിയാൽ വരെ അവർ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർമ്മനിരതരാണ് നാം എല്ലാവരും, അല്ലേ? എല്ലാവരുടെയും തന്നെ ആഗ്രഹം ഉയരങ്ങളിലേക്ക് എത്തണം എന്നുള്ളതാണ്. അതിനുവേണ്ടി കഠിനമായ പ്രയത്നമാണ്. ചോര നീരാക്കി എല്ലുമുറിയെ പണിയെടുക്കുക. എന്നിട്ടോ ഈ പണിയെടുക്കുന്ന കൂട്ടത്തിൽ ചിലർക്ക് വിജയം ഉണ്ടാകുന്നു, ചിലർക്കോ കാര്യമില്ല, ഒന്നും നടക്കുന്നില്ല. അപ്പോഴോ എന്ത് ചെയ്യും നമ്മൾ? ഭഗവാനോട് പരാതി പറയും, അല്ലെങ്കിൽ ഭഗവാനിൽ പഴിചാരും, അല്ലേ? എന്താ ഭഗവാനെ ഇതിപ്പോ ഇങ്ങനെ? ഞാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ട്, എത്ര സത്യസന്ധമായിട്ടാ ഞാൻ എൻ്റെ ജോലികളൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് നീ അവന് മാത്രല്ലേ വിജയം കൊടുത്തുള്ളൂ? അവനാണെങ്കിൽ പണിയൊന്നും എടുക്കുന്നുമില്ല, എനിക്ക് വിജയം കിട്ടുന്നുമില്ല. എന്താ ഭഗവാനെ ഇത്? പരാതിയാണ്, ഭഗവാനോട് പരാതിയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും സാധിക്കുക, എന്തെങ്കിലും നേടുക എന്നത് ഒരു കലയാണ്, അല്ലേ? നമ്മുടെ ആധുനിക മനഃശാസ്ത്ര ലോകത്തിന് ആ കലയെ വിവരിച്ചെടുക്കാൻ, വർണ്ണിക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. എന്നാൽ ഭഗവാൻ അത് സാധിച്ചു, ഭഗവത്ഗീതയിൽ സാധിച്ചു. ഒരേ ഒരു ശ്ലോകമാണ്, ഒരേ ഒരു ശ്ലോകം. ആ ശ്ലോകത്തിൽ അത്യധികം ഭംഗിയിലാണ് ഭഗവാൻ അത് വിവരിച്ചിരിക്കുന്നത്. ഉയരങ്ങളിലേക്ക് എത്താനുള്ള മാർഗം എന്താണ് പറഞ്ഞത് ഭഗവാൻ? മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസാ നിരാശീർ നിർമ്മമോ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വരഃ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസാ പറഞ്ഞത്. സർവകർമ്മങ്ങളും, സർവാണി കർമാണി മയി, ഞാൻ ചെയ്യുന്നതായിട്ടുള്ള സർവകർമ്മങ്ങളും എന്ത് ചെയ്യണം? ആ പരമാത്മാവിൻ്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട്, ആ സമർപ്പണ മനോഭാവത്തോടെ കർമ്മം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കർമ്മം ചെയ്യുമ്പോഴാണ് അത് ഉയർച്ചയിലേക്ക് എത്തുന്നത്. അപ്പോൾ നാം ചിന്തിക്കും, അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? എങ്ങനെയാ ഇപ്പോൾ ഭഗവാനെ ചിന്തിച്ച് ഭഗവാന്റെ പാദങ്ങളിലേക്ക് ഈ കർമ്മങ്ങളൊക്കെ സമർപ്പിക്കുക? എല്ലാവരും വന്ന് പറയുന്നുണ്ട് സമർപ്പിക്കണം, സമർപ്പിക്കണം. എങ്ങനെയാ ഞാൻ സമർപ്പിക്കേണ്ട ഈ കർമ്മങ്ങള്? ഇതിന് വലുതായിട്ടൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. കേവലം നമ്മുടെ ചിന്തകൾ മാത്രമാണ് അതിനാവശ്യം. എന്താണ്? നാം സ്വയം നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കിക്കുക. എന്ത്? ഞാൻ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ പ്രവൃത്തിയും തന്നെ ആ പാതാരവിന്ദങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് എന്ന് നാം ചിന്തിക്കുകയാണ് വേണ്ടത്. നമ്മുടെ മനസ്സിലാണത് സംഭവിക്കേണ്ടത്. അതാണ് നാം ചെയ്യേണ്ടത്.
ബുദ്ധിമുട്ടാണെന്ന് വീണ്ടും പറയും. എന്നാൽ സത്യത്തിൽ നാം എല്ലാവരും കർമ്മം ചെയ്യുന്നുമുണ്ട്. അപ്പൊ എങ്ങനെയാണ്? ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നില്ല, പക്ഷെ കർമ്മം ചെയ്യുന്നുണ്ട്. ആർക്കൊക്കെയോ സമർപ്പിച്ചിരിക്കുകയാണ് നാം നമ്മുടെ ഈ ജീവിതം. ഭഗവാനാകണമെന്നില്ല എന്ന് മാത്രം. അതുകൊണ്ടാണ് നാം കർമ്മം ചെയ്യുന്നത്. ആർക്കൊക്കെയോ വേണ്ടിയാണ് നാം ജീവിക്കുന്നത്, അല്ലെ? നമ്മുടെ കുടുംബത്തിന് വേണ്ടിയായിരിക്കും ജീവിക്കുന്നത്. ഇപ്പോ വിവാഹമോ ഇതൊന്നും കഴിയാത്ത ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരാൾക്ക് ജോലിയിൽ സ്ഥിരതയൊന്നും ചിലപ്പോൾ കാണില്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതായി കാണും. ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, മേലധികാരി പറഞ്ഞു നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് വേണ്ട നിങ്ങളുടെ ജോലി, ഞാൻ തന്നെ പോവാണെന്ന് പറഞ്ഞ് അവൻ ചിലപ്പോൾ ഇറങ്ങിപ്പോയേക്കാം. അതേ സമയം ഒരു കുടുംബസ്ഥനാണെങ്കിൽ, ഒരു ഗൃഹനാഥനാണെങ്കിലോ ചെയ്യോ? അത് ഇല്ല. കാരണം എന്താ? ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും സമർപ്പിതമായി ചെയ്യുമ്പോൾ ശരിയായ രീതിയിൽ മുടക്കം വരാതെ നാം കർമ്മം ചെയ്യുന്നു. അപ്പൊ നാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ആ കർമ്മം ഭഗവാനിൽ സമർപ്പിച്ചൊന്ന് ചെയ്തു നോക്കുക. ഭഗവാൻ നമ്മോട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ജീവിതത്തിൽ നാം പ്രവർത്തിക്കേണ്ടത് എന്തൊക്കെയാണോ അത് പ്രവർത്തിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ. ആ പ്രവർത്തിക്കുന്ന സമയത്ത് ആ പ്രവൃത്തി ഭഗവാനിൽ അർപ്പിക്കണം. അങ്ങനെ ഉണ്ടായാലോ ഫലം സുനിശ്ചിതമാണ്. വലിയ ഫലം തന്നെ അതിന് ലഭിക്കുകയും ചെയ്യും. ഇനി ഇങ്ങനെ സ്ഥിരമായി ചിട്ടയോടെ കർമ്മം ചെയ്യണം. അപ്പോൾ കർമ്മം ചെയ്യാനായി എന്തെങ്കിലുമൊക്കെ വ്യഗ്രതയോടുകൂടി നാം ആ കർമ്മം അങ്ങ് ആരംഭിക്കുകയാണ്, ചെയ്യാൻ തുടങ്ങുകയാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നേ? കുറച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് ചെയ്യുന്നില്ല, തുടരുന്നില്ല, തുടർച്ചയായി അത് ചെയ്യാനായി സാധിക്കുന്നില്ല. എന്താണ് അതിന് കാരണം? 3 കാരണങ്ങൾ ഉണ്ടാകാം. എന്താണ് ആ 3 കാരണങ്ങൾ പറയുന്നത്? ഒന്ന്, നമ്മുടെ ഭൂതകാലത്തെ ചൊല്ലിയായിരിക്കാം, അല്ലെങ്കിലോ ഭാവിയെ ചൊല്ലിയായിരിക്കാം, ഇതല്ലെങ്കിലോ ഈ വർത്തമാന കാലത്തെ ചൊല്ലിയായിരിക്കാം. എങ്ങനെയാണ്? ഭൂതകാലം, കഴിഞ്ഞുപോയ കാര്യങ്ങൾ. ഞാൻ ഒട്ടനവധി മേഖലകളിൽ വിജയിക്കാനായി ശ്രമിച്ചു നോക്കി. എന്താ പറയുക, കുറേ ബിസിനസ്സുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ തുടങ്ങി. ഒന്ന് കഴിയുമ്പോൾ ഒന്നായി എനിക്ക് തോൽവിയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് എന്നെ കൊണ്ട് ഇത് സാധിക്കയില്ല തീരുമാനിച്ചു. ഭൂതകാലത്തിൽ നമുക്ക് തോൽവിയായിരുന്നു, അതുകൊണ്ട് ഭാവിയിലും തോൽവിയായിരിക്കും എന്ന് നിശ്ചയിച്ചു. അതുവഴി ആ കർമ്മത്തിലുള്ള ഉത്സാഹം നഷ്ടപ്പെടുന്നു. ഇതുപോലെ തന്നെയാണ് ഭാവിയും. ഭാവിയെ കുറിച്ചുള്ള ആശങ്കയാണ്. എന്താകും, ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കുമോ വിജയിക്കാതിരിക്കുമോ എന്നുള്ള ആശങ്കയുടെ മുകളിലുള്ള ആശങ്ക. ആ ആശങ്കയും കർമ്മത്തിലുള്ള ആ ഉത്സാഹത്തെ ഇല്ലാതെയാകുന്നു. ഇനി വർത്തമാനകാലം എടുക്കുകയാണെങ്കിലോ, കർമ്മം ചെയ്യാനുള്ള അതിയായ ആവേശം അതിന് തന്നെ തടസ്സമാകുന്നു. എനിക്ക് രാവിലെ മുതൽ ഒരുപാട് ജോലി ചെയ്യാനുണ്ട്, അവിടെ പോവാനുണ്ട്, ഇവിടെ പോവാനുണ്ട്, മറ്റേ ആളെ കാണാനുണ്ട്. ഇതെന്താ, ഉച്ചവരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ജോലി ചെയ്യുന്നില്ല. അപ്പോൾ അനാവശ്യമായ ആവേശമാണ്. അതുകൊണ്ട് നാളെ നീളെ എന്നുള്ള അവസ്ഥയിലേക്ക് പോവുകയാണ്. ചിലരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇത് 3 ഉണ്ടാവും. ഭാവിയെയും ഭൂതത്തെയും വർത്തമാനത്തെയും എല്ലാം ചൊല്ലി ഭയമായിരിക്കും. അപ്പോൾ ശരിയായ രീതിയിൽ കർമ്മം നടക്കുന്നില്ല. ഈ പറഞ്ഞ 3 തടസ്സങ്ങളെയും നമുക്ക് തരണം ചെയ്യാൻ സാധിച്ചാൽ, അങ്ങനെ തരണം ചെയ്ത് നമ്മുടെ കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ ആ കർമ്മത്തിനുള്ള ഫലം വളരെ വലുതായിരിക്കും, അത് സുനിശ്ചിതവുമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ കർമ്മം ചെയ്യേണ്ടത്?
ബാഹ്യമായിട്ടുള്ള കർമ്മം മാത്രമായി പോകരുത്, പുറമെ കാണിക്കുന്ന പ്രവൃത്തികൾ മാത്രമാകരുത്. ആന്തരികമായും നാം കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഉള്ളും നമ്മുടെ മനസ്സും ആ കർമ്മത്തിൽ നിറഞ്ഞിരിക്കണം. ആ കർമ്മം മനസ്സുകൊണ്ടും നാം ചെയ്യേണ്ടതുണ്ട്. എന്നാലേ അത് പൂർണ്ണാർത്ഥത്തിൽ കർമ്മമാകുന്നുള്ളൂ. കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആചാര്യൻ പറയുന്നു. എന്താ പറയുന്നേ? പരോപകാരായ പുണ്യായ പാപായ പരപീഡനം. പരോപകാരം ചെയ്യുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ഇരിക്കുക. അങ്ങനെ ചെയ്താൽ തന്നെ നാം നമ്മുടെ സ്വന്തം കർമ്മം ചെയ്യുകയാണ്. എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്? സത്യത്തിൽ അധിഷ്ഠിതമായ രീതിയിൽ നാം കർമ്മം ചെയ്യണം. അതിൽ നിന്നും വ്യതിചലിക്കരുത്. നാം ചെയ്യുന്ന കർമ്മത്തിൽ മനുഷ്യത്വം ഉണ്ടായിരിക്കണം. സഹജീവികളെ ചിന്തിച്ചുകൊണ്ടായിരിക്കണം അവിടെയുള്ള കർമ്മം. അപ്പം മനുഷ്യത്വം ഉണ്ടായിരിക്കണം. പിന്നെയോ പരോപകാരപ്രദമായിരിക്കണം. മറ്റൊരാൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് ഉപകാരമുണ്ടാകുന്ന രീതിയിലായിരിക്കണം നാം കർമ്മം ചെയ്യേണ്ടത്. ഭൂരിപക്ഷ സുഖപ്രദമായിരിക്കണം. ഒന്നോ രണ്ടോ ആൾക്കല്ല, ഒരുപാട് പേർക്ക് സുഖം നൽകുന്ന രീതിയിലായിരിക്കണം നാം കർമ്മം ചെയ്യേണ്ടത്. പിന്നെയോ ആത്മീയമായ ശാന്തി ലഭിക്കണം. അതിനു വേണ്ടി ആയിരിക്കണം നാം കർമ്മം ചെയ്യേണ്ടത്. ആത്മീയമായ സുഖത്തിന് വേണ്ടി ആയിരിക്കണം കർമ്മം ചെയ്യുന്നത്. ഭൗതിക സുഖത്തിന് വേണ്ടി ആകരുത്. എല്ലാ ദിവ്യ ഗ്രന്ഥങ്ങളുടെയും സാരം എന്ന് പറയുന്നത് ഈ പരോപകാരമാണ്. സാത്വിക ഗുണങ്ങളെ പോഷിപ്പിക്കുന്ന രീതിയിൽ നാം നമ്മുടെ കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ സമൂഹത്തിന് പറ്റുന്ന രീതിയിൽ ഭഗവത്ഗീത പോലുള്ള മഹത് ഗ്രന്ഥങ്ങളിലെ ചിന്തകളെ ഉൾക്കൊണ്ട് മാറുന്ന സമൂഹത്തിനനുസരിച്ച് അതിനൊക്കുന്ന രീതിയിലാക്കി പ്രവൃത്തിയിൽ ഏർപ്പെടേണ്ടതുണ്ട്. ഭഗവത്ഗീത തന്നെ ഉണ്ടായി വന്നത് അങ്ങനെയാണ്. ആദ്യം ഉണ്ടായത് ഗീതയല്ല, അല്ലേ? വേദങ്ങളാണ്, ഉപനിഷത്തുക്കളാണ്, അല്ലേ? എന്നാൽ കലിയുഗത്തിന്റെ ആരംഭത്തിലേക്ക് എത്തി നിൽക്കുന്ന ജനതയ്ക്ക് ആ ഗ്രന്ഥങ്ങളിലെ ജ്ഞാനം മനസ്സിലാക്കുക എന്നത് ദുഷ്കരമാണ്. അപ്പോൾ ആ മാറുന്ന സമൂഹത്തിന് പറ്റുന്ന രീതിയിൽ അന്നുണ്ടായ ഋഷിവര്യന്മാരാണ്, അന്നുണ്ടായ മഹത് വ്യക്തികളാണ് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഭഗവത്ഗീത നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതുപോലെ മാറുന്ന സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ ആ അറിവുകളെ ശരിയായി മനസ്സിലാക്കി കൊടുക്കാൻ എല്ലാ സമൂഹത്തിലും ആളുകൾ ഉണ്ടായിരിക്കും. കേവലം ശ്രവിച്ചാൽ മതി, മനസ്സിലാക്കിയാൽ മതി. നമുക്ക് പറഞ്ഞു തരാൻ ഒട്ടനവധി ഗുരുനാഥന്മാരുണ്ടാകും. നാം അത് മനസ്സിലാക്കാനായി ശ്രമിക്കുക. അതാണ് വേണ്ടത്. ആധ്യാത്മികതയും ഭൗതികതയും ഒരുമിച്ച് ചേരുമ്പോൾ സമൂഹത്തിൽ ശ്രേയസ് ഉണ്ടാകുന്നു. ആ ശ്രേയസിന് വേണ്ടി ആയിരിക്കണം നാം പ്രവൃത്തി ചെയ്യേണ്ടത്. പ്രേയസിന് വേണ്ടിയാകരുത്. പ്രേയസ് എന്താണ്? ഭൗതികമായ സുഖമാണ്. ഭൗതികമായ സുഖത്തെ കാക്ഷിക്കരുത്. തൽക്കാല നിമിഷത്തിൽ ഉണ്ടാകുന്ന സന്തോഷത്തിന് വേണ്ടി ആകരുത്. പകരമോ സനാതനമായ സന്തോഷത്തിന് വേണ്ടി, എന്നും നിലനിൽക്കുന്നതായ സന്തോഷം, പരമാനന്ദത്തിന്, പരമമായ ശാന്തിക്ക്, ആത്മീയമായ ശുദ്ധിക്ക് വേണ്ടിയായിരിക്കണം നാം കർമ്മം ചെയ്യേണ്ടത്. ശ്രേയസ്സിന് വേണ്ടിയായിരിക്കണം. എങ്ങനെയുള്ളതാണ് ശരിയായ ശ്രേയസ് അല്ലെങ്കിൽ കീർത്തി എന്ന് പറയുന്നത്? ഒട്ടനവധി പ്രഭാഷകന്മാരുണ്ടല്ലേ, ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഇങ്ങനെ പറയുന്നത്. എത്ര പേരുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും? എന്നെ പോലെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ വന്ന് ഓരോന്ന് പറയുന്നു. നാളെ ആവുമ്പോഴത്തേക്ക് പേര് നമ്മൾ മറന്നുപോകും. ആരോ ഒരാൾ വന്ന് എന്തൊക്കെയോ കുറെ പറഞ്ഞു പോയി. അതേസമയമോ സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ പോയി പ്രസംഗം നടത്തി.
ചിക്കാഗോയിലെ സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏവർക്കും അറിയാം. പുറം നാട്ടിലുള്ളവർക്ക് വരെ അറിയാം അതെന്താണ് ആ വ്യത്യാസം. അതാണ് ശ്രേയസ്. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം തൻ്റെ ലാഭത്തിന് വേണ്ടിയല്ല ഒന്നും തന്നെ ചെയ്തിരുന്നത്, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ ശുദ്ധത ചുറ്റുമുള്ളവരിലേക്ക് പടർന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ യശസ് ഉയർന്നത്, ശ്രേയസ് ഉയർന്നത്, ഏവർക്കും അറിയാവുന്ന ഒരു നിലയിലേക്ക് എത്തിയത്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ള ശ്രേയസ്. കേവലം ചില നിമിഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രശസ്തിയെ അല്ല ശ്രേയസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാലാകാലങ്ങളോളം ആളുകളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതിനെയാണ് ശ്രേയസ് എന്ന് നാം പറയുന്നത്. അങ്ങനെയുള്ളതായ കർമ്മങ്ങൾ പരമാനന്ദവും ശാന്തിയും നമുക്ക് നൽകുന്നു. ഈ ലോകത്തെ നാം എങ്ങനെ കാണണം, എങ്ങനെ ഈ ലോകത്ത് ജീവിക്കണം, ഇതെല്ലാം തന്നെ ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു സംശയം ഉണ്ടാകാവുന്നത്, ഭഗവത്ഗീതയിൽ 700 ശ്ലോകങ്ങളുണ്ട് അല്ലെ? നമുക്കറിയാവുന്ന ഭഗവത്ഗീതയിൽ 700 ശ്ലോകങ്ങളാണ്. അപ്പൊ ചോദിച്ചേക്കാം, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധം തുടങ്ങുന്ന ആ വേളയിൽ ഭഗവാൻ ഈ 700 ശ്ലോകങ്ങളും അവിടെ നിന്ന് പറഞ്ഞിട്ടായിരുന്നു. പറഞ്ഞു കൊടുത്തോ അർജുനന്? ആ ശ്ലോകം പറഞ്ഞു തീരുന്നത് വരെ അവരെല്ലാവരും അവിടെ യുദ്ധം ചെയ്യാതെ കാത്തു നിന്നു. അതാണോ സംഭവിച്ചത്? ഭഗവത്ഗീത നാം ഇന്ന് വായിക്കാനിരുന്നാൽ 2 ദിവസം എടുക്കുമല്ലേ വായിച്ചു തീരാനായിട്ട്. അപ്പൊ ഭഗവാൻ 2 ദിവസം അവിടെ നിന്ന് ഈ ശ്ലോകങ്ങൾ പറഞ്ഞു? അല്ല, ഭഗവാൻ പാർത്ഥന് അർജുനന് ഉപദേശിച്ചു നൽകിയ ഭഗവത്ഗീത എന്ന് പറയുന്നു ഇന്ന് നാം അറിയുന്നതായിട്ടുള്ള ഭഗവത്ഗീതയുടെ സാരാംശമായിരുന്നു. അതിലടങ്ങിയിരിക്കുന്ന അന്തസ്സത്തെയാണ് ഭഗവാൻ അർജുനന് ഉപദേശിച്ചു നൽകിയത്. ആ ചെറിയ കാര്യങ്ങൾ പറയുന്നതിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവുള്ള വ്യക്തിയായിരുന്നു അർജുനൻ. ഒന്ന് പറഞ്ഞാൽ 100 മനസ്സിലാകുന്നവൻ. അതുകൊണ്ട് ഭഗവാൻ 700 ശ്ലോകങ്ങൾ വിവരിക്കേണ്ട ആവശ്യമുണ്ടായില്ല. സ്പഷ്ടമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. അർജുനൻ അത് ഗ്രഹിച്ചു. അതുകൊണ്ടാണ് അർജുനന്റെ മനസ്സിന് ധൈര്യം വീണ്ടും ലഭിച്ചത്. ഇതേ സാരം തന്നെയാണ് ഭഗവാൻ ശ്രീ വേദവ്യാസനും ശ്രവിച്ചത്. എന്നാൽ ആ സാരത്തെ നമ്മെ പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി 700 ശ്ലോകങ്ങളിലായി അദ്ദേഹം നമുക്കത് വിവരിച്ച് നൽകുകയാണ് ഉണ്ടായത്. അതാണ് ഇന്ന് നാം കാണുന്ന ഭഗവത്ഗീത. ഭാഗവതവും ഇതുപോലെ തന്നെയാണ്. ചതുശ്ലോകി ഭാഗവതമാണ് വേദവ്യാസ മഹർഷിക്ക് നാരദ മുനി ഉപദേശിച്ചു നൽകിയത്. കേവലം 4 ശ്ലോകങ്ങൾ. അതിൽ നിന്നുമാണ് ഇന്ന് നാം കാണുന്ന ഭാഗവതം ഉണ്ടായി വന്നത്. അതിൽ നിന്നും അത്രയും ഗ്രഹിച്ചെടുക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് ഗ്രഹിക്കുക മാത്രമാണോ അദ്ദേഹം ചെയ്തത്? അല്ല, ആ അറിവുകളെല്ലാം തന്നെ ഭാവിയിലുള്ള തലമുറയ്ക്ക് നൽകണം, ഭാവിയിൽ നല്ലൊരു ജനത വളർന്നു വരണം എന്നുള്ളത് കൊണ്ട് മഹത് ഗ്രന്ഥങ്ങളായി നമ്മുടെ മുന്നിലേക്ക് അവ എത്തി. അത്രയും ആ പണ്ടുകാലത്തെ ഋഷിവര്യന്മാർ എന്താണ് ജീവൻ, എന്തുകൊണ്ടാണ് നമുക്ക് ജീവൻ ഉണ്ടാകുന്നത്, എന്താണ് ഞാൻ എന്നുള്ള ആ ചിന്തകളിൽ മുഴുകിയിരുന്ന് അവരുടെ സകല ശക്തിയും ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം മനസ്സിലാക്കി നമുക്ക് മുന്നിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. നാം ചെയ്യേണ്ടത് അത് മനസ്സിലാക്കുക എന്നത് മാത്രമാണ്. അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടത് നമ്മുടെ കർമ്മമാണ്, അത് നമ്മുടെ ധർമ്മമാണ്. അത് നാം ചെയ്യുക തന്നെ വേണം. ഈ ശരീരം ഉള്ളിടത്തോളം നാം കർമ്മം ചെയ്യണം. സുസ്ഥിരമായി ചിട്ടയോടെ ആ കർമ്മം ചെയ്താൽ ഈ കാലചക്രത്തിന്റെ വലയത്തിൽ നിന്നും രക്ഷ നേടി ആ പരമാത്മാവിൽ അലിഞ്ഞു ചേരുന്നു.
അതാണ് മോക്ഷം. മോക്ഷശാസ്ത്രമാണ് ഭഗവത്ഗീത. മോക്ഷത്തിലേക്കുള്ള വഴിയാണ്. മോക്ഷം എന്ന ലക്ഷ്യം സ്വീകരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന അറിവാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഭാരതീയരായ നാം എല്ലാത്തിലും തന്നെ ഭഗവാനെ കാണുന്നവരാണ്, അല്ലെ? നമ്മുടെ സംസ്കാരം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അതാണ്. എന്തിലും ഏതിലും ഭഗവാനെ നാം കാണണം എന്നാണ് പറയുന്നത്. ഒരു രസകരമായ ഒരു ഉദാഹരണമുണ്ട് ഇതിനെ സംബന്ധിച്ച്. ശ്രീരാമകൃഷ്ണ പരമഹംസർ അദ്ദേഹത്തിൻ്റെ സാരോപദേശ കഥകളിലുള്ള രസകരമായ ഒരു കഥ, ഒരു സംഭവമാണ്. ഒരു നാട്ടില് ഒരു വിദ്വാൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്വയം ഭക്തൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. എല്ലാത്തിലും ഭഗവാനുണ്ട്, എല്ലാത്തിലും ഭഗവാനുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തി. ആ നാട്ടിലൊരു അറിവുള്ള സന്യാസിനും ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതുപോലെ വിളിച്ചു പറഞ്ഞ് നടക്കുകയൊന്നും ചെയ്യുന്നില്ല. എന്നാൽ അദ്ദേഹത്തിനെ കാണാനും ഉപദേശം സ്വീകരിക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ ചെല്ലുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ആ നാട്ടിൽ ഒരു ആന ഇടഞ്ഞു. ആനയിടഞ്ഞ് മതോന്മത്തനായിട്ടുള്ള ആന ഓടി നടക്കുകയാണ് നാട്ടിൽ മുഴുവൻ. കാണുന്നതെല്ലാം പിഴുതെറിയുകയാണ്, കാണുന്നവരെ എല്ലാം അടിച്ച് നിലത്തിടുകയാണ്, വലിച്ചെറിയുകയാണ്. ആ ആനയെ തളയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് ആനയുടെ പാപ്പാൻ അതിന്റെ മുതുകത്തിരിക്കുന്നുമുണ്ട്. ആ വ്യക്തി ആളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ച് ആ ആനയെ തളയ്ക്കാൻ ശ്രമിക്കുന്നുമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. ആന ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓടുന്നതായിട്ടുള്ള ആനയുടെ മാർഗത്തിന്റെ മുന്നിൽ, അവിടെ ആ മധ്യത്തിൽ തന്നെ ഇദ്ദേഹം വന്ന് നിൽക്കുകയാണ്. ഇദ്ദേഹം വന്ന് അവിടെ അങ്ങനെ നിൽക്കുക. അപ്പോൾ ആനയുടെ പുറത്തിരുന്ന പാപ്പാൻ വിളിച്ചു പറയുന്നുണ്ട്, അവിടുന്ന് മാറണേ, ആനയ്ക്ക് മദം പൊട്ടിയിരിക്കുകയാണ്, ഒന്നും തിരിച്ചറിയാനായി സാധിക്കയില്ല, അപകടം സംഭവിച്ചേക്കാം, അവിടുന്ന് മാറൂ എന്ന് വിളിച്ചു പറയുന്നു. അപ്പൊ ഇദ്ദേഹം എന്താ മറുപടി പറയുന്നേ? എല്ലാത്തിലും ഭഗവാനുണ്ട്, അപ്പോൾ ഈ ആനയിലും ഭഗവാനുണ്ട്. ഭഗവാന്റെ ഭക്തനായ എന്നെ ഈ ആന ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ അവിടെ നിൽക്കുക. പാപ്പാനും ചുറ്റും കൂടിയ നാട്ടുകാരും എല്ലാവരും മാറാൻ പറഞ്ഞിട്ടുണ്ട്. ആള് കേൾക്കാതെ അവിടെ തന്നെ നിൽക്കുക. എന്താ സംഭവിച്ചു? എന്നിട്ട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ആന എടുത്തെറിഞ്ഞു, വേറെ എന്ത് സംഭവിക്കാനാ? മദം പൊട്ടി നിൽക്കുന്ന ആനയ്ക്ക് മനസ്സിലാവും മുന്നിൽ നിൽക്കുന്ന ഭക്തനാണ് അല്ലയോ എന്നുള്ള കാര്യം. എടുത്തെറിഞ്ഞു. എന്തോ ഭാഗ്യം കൊണ്ട് കാര്യമായ അപകടമൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രം. അതിനുശേഷം എഴുന്നേക്ക് നിന്ന ആൾക്ക് ആകെ സംശയമായി. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? എല്ലാത്തിലും ഭഗവാനെ ഞാൻ കണ്ടു, ആ ആനയിലും ഞാൻ ഭഗവാനെ കണ്ടു, എന്നിട്ട് ഈ ഭഗവാൻ എന്താ ഇങ്ങനെ എന്നോട് ചെയ്തത്? എല്ലാവരും ചെയ്യുന്ന പോലെ സന്യാസിയോട് പോയി ചോദിക്കാം എന്ന് പറഞ്ഞ് പോയി ചോദിച്ചു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിപ്പോ എന്തുകൊണ്ടാ ഭഗവാൻ എന്നെ രക്ഷിക്കാനുണ്ട്? അപ്പോൾ സന്യാസി പറഞ്ഞു, ആനയിലുള്ള ഭഗവാനെ നീ കണ്ടു, ആ പാപ്പാനിലുള്ള ഭഗവാനെ കണ്ടില്ലല്ലോ. അപ്പൊ എല്ലാത്തിലും ഭഗവാനെ കാണുമ്പോൾ എല്ലാത്തിലും തന്നെ ഭഗവാനെ കാണണം. ആ പാപ്പാനിലുള്ളതും അല്ലെങ്കിൽ ആ ചുറ്റും കൂടിയിരിക്കുന്നതുമായ നാട്ടുകാരിൽ അടങ്ങിയിരിക്കുന്നതായ ഭഗവാനാണ് പറഞ്ഞത് മാറണം എന്ന്. അത് കേട്ടില്ല. അപ്പോൾ എന്താ? നമുക്കിഷ്ടമുള്ളിടത്ത് ഭഗവാനെ കാണുകയല്ല വേണ്ടത്, എല്ലായിടത്തും ഭഗവാനെ കാണുന്നു. അതാണ് നമ്മുടെ ധർമ്മം, അതാണ് നമ്മുടെ സംസ്കാരം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭൂമിദേവിയെ തൊട്ട് വന്ദിച്ചെഴുന്നേൽക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ അന്നപൂർണേശ്വരിയുടെ സ്ഥാനം നാം കാണുന്നു. അങ്ങനെ എന്തിലും ഏതിലും ആ ഭഗവത് ചൈതന്യം നാം കാണുന്നു. അങ്ങനെയുള്ള സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് നമ്മുടെ ജീവിതം. എത്ര നാരിസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്ന് പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ സംസ്കാരം. അങ്ങനെയുള്ളതായ ഈ സംസ്കാരത്തെ മുറുകെ പിടിച്ചു വേണം നാം എന്നും ജീവിക്കാനായിട്ട്. ഭഗവാൻ പറയുന്നു, എന്താ ഭഗവാൻ പറയുന്നത്? നിസ്സംഗ ബുദ്ധിയോടെ കർമ്മം ചെയ്യുക. എന്താ നിസ്സംഗ ബുദ്ധിയോടെ കർമ്മം ചെയ്യുക?
ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുക. കർമ്മണ്യേ വാദികാരസ്തെ മാ ഫലേഷു കഥാചന. കർമ്മം ചെയ്യുക എന്നത് മാത്രമാണ് നിന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം. അതിൻ്റെ ഫലത്തെ പറ്റി നീ ചിന്തിക്കേണ്ടതില്ല. അങ്ങനെ ദുഃഖങ്ങളിൽ അമിതമായി ദുഃഖിക്കാതെ, സുഖങ്ങളിൽ മതോന്മത്തനാകാതെ ആത്മസംയമനത്തോടെ ജീവിക്കണം. ഒരുവന് മനസ്സിനെ ജയിക്കാൻ കഴിഞ്ഞാൽ അവന് ഈ ജഗത്തിനെ തന്നെ ജയിക്കാനായി സാധിക്കും. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നാം നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരിക. അതാണ് നാം ചെയ്യേണ്ടതായിട്ടുള്ളത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം തുടങ്ങിയ പുരുഷാർത്ഥങ്ങൾ എല്ലാം തന്നെ മനുഷ്യ ജീവിതത്തിൽ ആവശ്യമുള്ളവയാണ്. എല്ലാം അതിൻ്റെ അളവിലാകണമെന്ന് മാത്രം. അർത്ഥവും കാമവും വേണ്ട എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. അളവിൽ എല്ലാം വേണം. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നാം കർമ്മം ചെയ്യണം. സ്വധർമ്മം നിർവഹിക്കണം. സർവം ഈശ്വരാർപ്പിതം എന്ന ചിന്ത എല്ലാം തന്നെ ആ ഭഗവാനിൽ അർപ്പിച്ചു. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർ വിജയോ ഭൂതിർ ധ്രുവാ നീതിർമതിർമമ. എവിടെ ഭഗവാനും ധനുർധരിയായ അർജുനനും ഒരുമിച്ച് നിൽക്കുന്നുവോ അവിടെ കീർത്തിയുണ്ടാകുന്നു, ഐശ്വര്യമുണ്ടാകുന്നു, വിജയമുണ്ടാകുന്നു, ധർമ്മം നിലനിൽക്കുന്നു. അർജുനൻ മനുഷ്യനാണ്. അപ്പോൾ നാം അതാണ് ചെയ്യേണ്ടത്. മനുഷ്യരായ നാം ആ പരമാത്മാവിനെ നമ്മോട് ചേർത്ത് നിർത്തിയാൽ അവിടെ ഐശ്വര്യവും ധർമ്മവും കീർത്തിയും എല്ലാം തന്നെ നിലനിൽക്കും. ഇവിടെ ചേർന്നിരിക്കുന്നതായ സജ്ജനങ്ങൾക്ക് ഏവർക്കും തന്നെ അത് സാധ്യമാകും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ് ഇതെല്ലാം തന്നെ. ഇവിടെ എത്തിച്ചേർന്നതായ സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. അല്പമെങ്കിലും ഏവർക്കും ഇതിൽ നിന്നും ചെറിയ അറിവുകളെങ്കിലും ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാവർക്കും ആ സർവേശ്വരൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദഃ പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ശാന്തി ശാന്തി ശാന്തി. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.